നമസ്കാരം. വെൽക്കം ടു രേഷ്മാസ് ഹാപ്പി ലാൻഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ ഓറഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓറഞ്ച് വെച്ചിട്ട് ഒരു അടിപൊളി ഓറഞ്ച് ചിക്കൻ ഉണ്ടാക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനൂടെ കൊടുക്കാനായിട്ട് മറന്നു പോവല്ലേ. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നമ്മുടെ ഓറഞ്ച് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എടുക്കുന്നുണ്ട്. അത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലില്ലാത്ത പീസും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 750 ഗ്രാം ഉണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഒരു മുട്ട ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മൈദ വേണം. ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വേണം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വേണം ഉപ്പ് ചേർക്കാനായിട്ട്. നമ്മൾ പിന്നീട് ഉപ്പൊന്നും ആഡ് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എത്രത്തോളം ഉപ്പ് വേണോ അത് ഈ ഒരു സമയത്ത് തന്നെ ചേർക്കാനായിട്ട് നോക്കണം. പിന്നെ കുറച്ചൊന്ന് സ്പൈസി ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മതി കേട്ടോ. ഇനി വേണ്ടത് വിനെഗറാണ്. അത് 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കാം. പിന്നെ എനിക്ക് റെസിപ്പി കിട്ടിയത് ടിക്ടോക്കിൽ നിന്നാണേ. പക്ഷെ അന്ന് എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു ഇത് നല്ല ടേസ്റ്റുള്ള സംഭവമാണെന്ന്. കാര്യം എന്ന് വെച്ചാൽ ഓറഞ്ചും ചിക്കനും ഒക്കെ വെച്ച് എങ്ങനെ നമ്മൾ കറി ഉണ്ടാക്കും എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. പക്ഷേ അത് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു അടിപൊളി സംഭവമാണെന്ന്. പിന്നെ ഞാനിവിടെ 2 ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് പ്രത്യേകിച്ചൊന്നുമില്ല, അതിൻ്റെ കുരുക്കളെല്ലാം മാറ്റിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അത് നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഒരുപാട് കിടന്ന് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. നമ്മൾ സാധാരണ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗോൾഡൻ കളറായി. ഇനി നമുക്കിത് മാറ്റാം. ഇനി വേറൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും. ഇതും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം.
ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഉപ്പൊന്നും ചേർക്കത്തില്ലെന്ന്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് കേട്ടോ. ഇത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഗ്രേവി എല്ലാം ചിക്കനിലോട്ട് പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഈ ഗ്രേവി എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. സ്പ്രിംഗ് അണിയൻസ് വെച്ച് ഗാർണിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. സ്പ്രിംഗ് അണിയനെക്കാട്ടിയും കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഈ എള്ളിട്ടിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ എള്ളിട്ട് കഴിച്ചപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓറഞ്ച് ചിക്കൻ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, take care and bye-bye.